ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സുർബിയ ഉണ്ടാക്കുന്നതാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 4 കട്ട മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഒന്ന് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, പിന്നെ 6 തക്കാളി അരച്ചെടുത്തതാണത്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 1.5 വലിയ ഉള്ളി ചതച്ചെടുത്തത്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മാഗി ക്യൂബിലുള്ള ഉപ്പിന് പുറമെ വേണം നമ്മൾ വേറെ ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ. അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 മുസമ്പിയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പൊരിച്ച ഉള്ളിയാണ് വേണ്ടത്, അത് അത്യാവശ്യം ഇട്ടു. പിന്നെ അതിലേക്ക് പൊരിച്ച ഉള്ളിയും കൂടെ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് മല്ലിച്ചപ്പും പുതിനയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അതും കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി ആ ചിക്കൻ നല്ലോണം നമുക്ക് വേവിച്ചെടുക്കണം. ഇനി അതിലേക്കുള്ള ചോറ് ഉണ്ടാക്കണം. അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്ത് മുസമ്പിയുടെ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൽ ചോറ് ഏകദേശം ആയി വന്നിക്കണ്. ഞാൻ ഇവിടെ എടുത്തുക്കണത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ് എടുത്തുക്കണത്. ഇപ്പം നമ്മൾ മസാല അത് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. നല്ല തിക്കിൽ വന്നതിന് ശേഷം നമ്മൾ ചോറ് അതിൽ ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ദം ചെയ്യുമ്പോൾ ഈ മുസമ്പിയുടെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഞാൻ അവിടെ മൊത്തത്തിൽ 4 മുസമ്പിയുടെ നീരെടുത്തിക്കണേ. ഞാൻ അതിൻ്റെ മേലെ ഈ ചോറ് ദമ്മിടുമ്പോൾ ഉള്ളി വറുത്തതും മല്ലിച്ചപ്പ്, പുതിന, പിന്നെ കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം പാർന്നു കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദം ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.